എല്ലാവർക്കും നിംഷാസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ആദ്യം തന്നെ എല്ലാവർക്കും നല്ലൊരു ദിവസം തന്നെ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്കൊരു ഗ്രിൽഡ് ചിക്കൻ തയ്യാറാക്കാം. ഇതുപോലെ മുഴുവനോടുകൂടിയ ചിക്കൻ ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് തയ്യാറാക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം ചിക്കൻ വാങ്ങിച്ചപ്പോൾ കട്ട് ചെയ്യാതെയായിരുന്നു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തുണ്ടാക്കുന്നു ഇങ്ങനെ ആലോചിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഇതേ ചിക്കൻ ഞാൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതുപോലെ ഒന്ന് വരഞ്ഞെടുക്കണം കേട്ടോ. വരഞ്ഞാലാണ് മസാലയൊക്കെ നന്നായിട്ട് ഉള്ളിൽ കയറി നല്ല ടേസ്റ്റി ആയിട്ട് വരുള്ളൂ. കാരണം കുറച്ച് മുഴുവനോട് കൂടി തന്നെയാണല്ലോ നമ്മൾ എടുക്കണത്. അപ്പോൾ അതിൻ്റെ കാലിൻ്റെ ഭാഗവും ബ്രസ്റ്റിൻ്റെ ആ ഒരു ഭാഗവും ഒക്കെ നമ്മൾ വരഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിന് വേണ്ടിയിട്ടൊരു ഇതൊന്ന് മാരിനേറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു മസാല പേസ്റ്റ് തയ്യാറാക്കണം. അപ്പോൾ ഇത് ഫസ്റ്റ് മാരിനേഷനാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ കുരുമുളക് പൊടിയൊക്കെ അത്യാവശ്യം ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇനിയും ചേർത്ത് കൊടുക്കും. കുരുമുളക് പൊടി, അതായത് മുളക് പൊടി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇനിയും ചേർത്ത് കൊടുക്കും. പിന്നെ ഒരു 2 നാരങ്ങയുടെ നീരാണ് ചേർക്കണത്. കാരണം ഒരു ഫുൾ ചിക്കൻ ഉണ്ടല്ലോ. അപ്പോൾ അതിനനുസരിച്ച് ഇപ്പോൾ നമ്മൾ വലിയ കോഴിയാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് മസാലയുടെ അളവിലൊക്കെ വ്യത്യാസം വരുന്നുണ്ട്. ഇതിപ്പോൾ ഒരു 1.25 കിലോയ്ക്കുള്ള ഒരു ചിക്കനാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വിനീഗർ അല്ലെങ്കിൽ നാരങ്ങ നീര് നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഏതാണെങ്കിലും പ്രശ്നമൊന്നുമില്ല. അതിനുശേഷം പിന്നെ അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. അതിനുശേഷം എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ ഒരു രീതിയിൽ. അപ്പോൾ ഒരുപാട് തിക്കായിട്ടുള്ളൊരു പേസ്റ്റ് അല്ല, കുറച്ചൊരു ലൂസായിട്ടുള്ള രീതിയിലാണ് ഇതുപോലെ തയ്യാറാക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് മാരിനേഷൻ റെഡി ആയിട്ടുണ്ട്. ഇത് ഈ ചിക്കൻ കഷ്ണങ്ങൾ നന്നായിട്ട് ഇതുപോലെ തേച്ച് പിടിപ്പിക്കുക. ചിക്കൻ്റെ ഉള്ളിലും എല്ലാവിടെയും നന്നായിട്ട് തന്നെ തേച്ച് പിടിപ്പിക്കുക കേട്ടോ. ഇനി ഇതൊരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ നിങ്ങൾക്ക് ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കാം ഈ ഒരു രീതിയിൽ. അപ്പോൾ ആ ഒരു പുളി, ഉപ്പ്, ആ ഒരു കുരുമുളകിൻ്റെ ഒരു ടേസ്റ്റൊക്കെ ചിക്കനിൽ നന്നായിട്ട് തന്നെ പിടിച്ച് വരും കേട്ടോ. അപ്പോൾ കൂടുതൽ സമയം വെക്കണമെങ്കിൽ നിങ്ങൾക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റാം കേട്ടോ. ഇനിയിപ്പോൾ ഇതിൻ്റെ സെക്കൻഡ് മാരിനേഷന് വേണ്ടിയിട്ട് ഞാനിവിടെ തൈര് എടുത്തിട്ടുണ്ട്. അപ്പോൾ കട്ടിയുള്ള അധികം പുളിയില്ലാത്ത തൈര് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഹങ്കടൊക്കെയാണ് ഉപയോഗിക്കുക ഇതിന് വേണ്ടിയിട്ട്. അതായത് ഈ തൈര് കട്ടിയില്ലാത്ത തൈര്, കട്ടി ഉള്ള തൈര് എടുത്തിട്ട് അത് തുണിയിൽ കെട്ടിയൊക്കെ വെച്ചിട്ട് അങ്ങനെയാണ് തയ്യാറാക്കുക. ഇതിപ്പോൾ അധികം വെള്ളം പോലെയുള്ള തൈരല്ല. അപ്പോൾ അത് കാരണം എങ്ങനെ തന്നെയാണ് തയ്യാറാക്കണല്ലോ. പിന്നെ അതിലേക്ക് ഞാൻ ചേർക്കുന്നത് കുറച്ചധികം മുളക് പൊടി ചേർക്കുന്നുണ്ട്. നമ്മുടെ എരിവിനനുസരിച്ച് തന്നെ ചേർത്ത് കൊടുക്കാട്ടെ. നിങ്ങൾക്ക് എക്സ്ട്രാ സ്പൈസി ആക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പച്ചമുളക് അരച്ചിട്ട് അതും ചേർക്കാം. പിന്നെ കുരുമുളക് പൊടി, ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി ഒന്ന് നമുക്കിതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് കുറച്ച് ലൂസായിട്ടല്ലേ ഇരിക്കണത്. അപ്പോൾ ഇതൊന്ന് തിക്കാക്കാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ട് നമ്മൾ കടലമാവാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ കടലമാവ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കുക, കടലമാവ് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുത്തതിന് ശേഷം മാത്രം ഇതിലേക്ക് ചേർക്കുക. ഞാനിതിപ്പോൾ ഓവനിൽ വെച്ചിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. കടലമാവ് ശരിക്കും ഒരു ബൈൻഡിങ് ഏജൻ്റായിട്ടാണ് ഇതിൽ വർക്ക് ചെയ്യണത്. പിന്നെ നമ്മുടെ കസൂരി മേത്തി, ഉലുവയുടെ ഉണങ്ങിയ ഇല, ഇത് നല്ലൊരു ഫ്ലേവർ തന്നെ കൊടുക്കും. അതും കൂടി ചേർത്തിട്ട് ഇതുപോലെ കൈവച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, അതായത് ഒരു ഗ്രീൻ മസാല പേസ്റ്റ് തയ്യാറാക്കണം. അപ്പോൾ ഇഞ്ചി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ വെളുത്തുള്ളിയും കൂടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് പിന്നെ മല്ലിയില, പുതിയില, നല്ല ഫ്രഷ് ആയിട്ടുള്ള ഇലകൾ ഇട്ടിട്ട് ഇതെല്ലാം കൂടി വെള്ളമൊന്നുമില്ലാതെ ഇതുപോലെ നല്ല തിക്കായിട്ടുള്ളൊരു പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കുക. ഇത് ഈ ഒരു മസാലയുടെ കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കുക. ആ ഒരു മല്ലിയില, പുതിയില എല്ലാം ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ കാര്യങ്ങളൊക്കെ ആയിരിക്കും ഈ ഒരു ചിക്കന്. എല്ലാം കൂടെ അത് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മുടെ ചിക്കൻ കഷ്ണങ്ങളിൽ നന്നായിട്ട് അങ്ങോട്ട് തേച്ച് പിടിപ്പിക്കാം കേട്ടോ. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് മസാല ഉണ്ടാവണം. കുറച്ച് എക്സ്ട്രാ നിൽക്കുന്ന ഒരു രീതിയിലായിരിക്കണം മസാല. അപ്പോഴായിരിക്കും ചിക്കനിൽ നന്നായിട്ട് ഇതൊക്കെ പിടിച്ച് വരിക. ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ ഒരു ഓവർനൈറ്റ് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഓവർനൈറ്റ് ഒക്കെ വെക്കുകയാണെങ്കിൽ നന്നായിട്ട് മസാലയൊക്കെ പിടിച്ച് വരും. സമയമില്ലെങ്കിൽ ഒരു 3 മണിക്കൂറെങ്കിലും മിനിമം വെക്കുക കേട്ടോ. അല്ലെങ്കിൽ അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. ഉള്ളിലേക്കൊന്നും മസാല അങ്ങോട്ട് പിടിച്ച് വന്നിട്ടുണ്ടാവില്ല. അപ്പോൾ ചെറിയ കഷ്ണങ്ങൾ പോലെയല്ലോ നമ്മൾ ഫുൾ ചിക്കൻ അല്ലെങ്കിൽ വലിയ ചിക്കൻ പീസസൊക്കെ കുക്ക് ചെയ്യുമ്പോൾ മസാല പിടിച്ചില്ലെങ്കിൽ അത് അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. ഇതുപോലെ എല്ലാവിടെയും ആ ഒരു വരഞ്ഞു കൊടുത്ത ആ ഒരു ഗ്യാപ്പിലും പിന്നെ അതുപോലെ ഈ ചിക്കൻ്റെ ഉള്ളിലും ഒക്കെ നന്നായിട്ട് അങ്ങോട്ട് തേച്ച് പിടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ എരിവ് ഉപ്പൊക്കെ നോക്കിയതിന് ശേഷം എന്താ പറയുക, അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ ചിക്കനിൽ തേക്കുന്നതിന് മുമ്പ് തന്നെ. അപ്പോൾ ഇതുപോലെ കുറച്ച് വാട്ടറി ആയിട്ടൊക്കെ ഇരിക്കുന്നുണ്ട്. പക്ഷെ അത് കുഴപ്പമില്ല, ചിക്കനിൽ പെട്ടെന്ന് തന്നെ നന്നായിട്ട് പിടിച്ച് വന്നോളൂ കേട്ടോ. എല്ലാം ഞാൻ മുഴുവനായിട്ട് ഇതുപോലെ തേച്ച് പിടിപ്പിക്കുന്നുണ്ട്. ഉള്ളിലേക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക, അല്ലെങ്കിൽ അവിടേക്ക് ഒരു എന്താ പറയുക അത്രയ്ക്കൊരു ടേസ്റ്റ് ഉണ്ടാവില്ല കുക്കായിട്ട് വരണ ഒരു സമയത്ത്. അപ്പോൾ ഇതുപോലെ നമ്മുടെ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് ഞാനൊന്ന് മാറ്റി വയ്ക്കുകയാണ്. ഞാനൊരു 3 മണിക്കൂറോളം ഉണ്ട് ഇത് മാറ്റി വയ്ക്കണത്. കൂടുതൽ സമയം വെക്കുന്നില്ല. പിന്നെ ഈ ഒരു സമയത്ത് ഞാനിവിടെ വെജിറ്റബിൾസൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. അതുപോലെ തക്കാളി ഒക്കെ ഒരു മീഡിയം സൈസിലുള്ള കഷ്ണങ്ങളായിട്ടാണ് മുറിച്ചെടുക്കുന്നത്. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഇപ്പോൾ കളയുടെ ക്യാപ്സിക്കം ഉപയോഗിക്കാം. പിന്നെ ഞാൻ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് കഴുകിയിട്ട് തൊലിയൊന്നും കളയാതെ
കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, ഒരു സവാള മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതൊക്കെയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വെജിറ്റബിൾസിൻ്റെ അതായത് വെജിറ്റബിൾസ് നിങ്ങൾക്ക് മാറ്റിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ എടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഈ ചിക്കൻ മാറ്റി വെക്കണം. ഇതിൽ അത്യാവശ്യം നല്ല രീതിയിൽ മസാലയുണ്ട്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത വെജിറ്റബിൾസ് കൂടി ഈ ഒരു മസാലയിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഈ വെജിറ്റബിൾസ് കഴിക്കാൻ ഒന്നും കൂടി നല്ല ടേസ്റ്റി ആയിട്ട് വരുന്നുണ്ട്. നമ്മളിത് കുക്ക് ചെയ്തെടുത്തൊക്കെ കഴിയുമ്പോൾ അടിപൊളിയായിട്ട് തന്നെ വരും. അപ്പോൾ ഉപ്പൊക്കെ കറക്റ്റ് ആണെങ്കിൽ അടിപൊളിയായിട്ട് തന്നെ വരും കേട്ടോ. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ അതേ ഇതുപോലെ ഒന്ന് കോട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് കുറച്ച് സമയം വേണമെന്നുണ്ടെങ്കിൽ, സമയം ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് മാറ്റി വയ്ക്കണമെങ്കിൽ ഒന്നും കൂടി നന്നായിട്ട് തന്നെ വരും. ഇനി ഈ ചിക്കൻ്റെ ഉള്ളിൽ നമ്മൾ ഈ മാരിനേറ്റ് ചെയ്ത് വെച്ചാൽ ഈ ഒരു വെജിറ്റബിൾസ് ഉണ്ടല്ലോ, ഇത് ഞാൻ ഫില്ല് ചെയ്യുന്നുണ്ട് ഈ ഒരു രീതിയിൽ. കണ്ടില്ലേ? അതിന് ശേഷം ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് നൂല് വെച്ച് കെട്ടിയെടുക്കണം കറക്റ്റായിട്ട് ഇരിക്കാനും ആ ഒരു രീതിയിൽ. ഞാൻ എൻ്റെ ഐഡിയയ്ക്ക് വേണ്ടിയിട്ട് കെട്ടണം. ശരിക്കും പറഞ്ഞാൽ നൂല് വെച്ച് കെട്ടുന്നതിനൊക്കെ ഒരു മെത്തേഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ കാലിൻ്റെ ഭാഗം, കൈയിൻ്റെ ഭാഗം അങ്ങനെയൊക്കെ കെട്ടിയെടുക്കുന്നുണ്ട്. പിന്നെ കഴിക്കുന്നതിന് മുമ്പ് നമ്മൾ ഈ നൂല് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം കഴിച്ചാൽ മതിയാവും കേട്ടോ, ഈ ഒരു രീതിയിൽ. അപ്പോൾ അതേ നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ വെച്ചതിന് ശേഷം നമുക്ക് കുറച്ച് സമയം വെച്ചിട്ട് പിന്നെ എന്താ പറയുക കുക്ക് ചെയ്ത് എടുത്താൽ മതിയാവും. അപ്പോൾ ഞാൻ ഇവിടെ ഒരു ബേക്കിംഗ് ട്രേയിൽ ആണ് ഇത് വെച്ച് കൊടുക്കണത്. അതിൻ്റെ മുകളിലേക്ക് ബാക്കിയുള്ള ഒരു മസാലയും കൂടെ തേച്ച് പിടിപ്പിച്ച് കൊടുക്കണം. പിന്നെ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ബാക്കിയുള്ള വെജിറ്റബിൾസ് ഉണ്ടല്ലോ, അതതിൻ്റെ സൈഡിലേക്ക് വെച്ച് കൊടുക്കണം. ചിക്കൻ വെന്ത് വരുന്നതോടൊപ്പം ഈ ഒരു വെജിറ്റബിൾസും കുക്കായിട്ട് ആ ഒരു ചിക്കൻ്റെ ഫ്ലേവറും കാര്യങ്ങളൊക്കെ വരും. ആ ഒരു ചിക്കൻ കുക്കായിട്ടൊക്കെ വരുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് കുറച്ച് വെള്ളവും കാര്യങ്ങളൊക്കെ ഇറങ്ങി വരുമല്ലോ. അപ്പോൾ നന്നായിട്ട് തന്നെ വരും. കണ്ടില്ലേ ഈ ഒരു രീതിയിൽ. ഇനി ഇതിപ്പോൾ ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇത് പ്രീ ഹീറ്റഡ് ഓവനിൽ വെച്ചിട്ട് കൺവെക്ഷൻ മോഡിൽ വെച്ചിട്ട് ഞാൻ ആദ്യം കുറച്ച് സമയം ഒന്ന് ബേക്ക് ചെയ്തെടുക്കണം. അതിന് ശേഷം പിന്നെ ഞാനിത് ഗ്രില്ല് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോഴായിരിക്കും ഒന്നും കൂടി നന്നായിട്ട് വരാം. അപ്പോൾ നമ്മൾ എടുക്കുന്ന ചിക്കൻ്റെ വലിപ്പത്തിനും അതായത് വെയിറ്റിനൊക്കെ അനുസരിച്ച് അതായത് ബേക്ക് ചെയ്തെടുക്കുന്ന സമയം അല്ലെങ്കിൽ ഗ്രില്ല് ചെയ്തെടുക്കുന്ന സമയമൊക്കെ വ്യത്യാസം വരും. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അത് വെച്ചിട്ട് ആ ഒരു സമയം കൊണ്ട് ഞാൻ ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു മയണൈസ് തയ്യാറാക്കുകയാണ്. ഗാർലിക് മയണൈസാണ് തയ്യാറാക്കണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു 2 മുട്ടയുടെ വെള്ള കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. വെള്ളം മാത്രമേ ഞാൻ ഉപയോഗിക്കുന്നുള്ളൂ. പിന്നെ കുരുമുളക് പൊടി കുറച്ച് ഇട്ട് കൊടുക്കുക. അതുപോലെ പിന്നെ ചേർക്കണത് എന്താണെന്ന് വെച്ചാൽ പഞ്ചസാര ചേർക്കുന്നുണ്ട്. അപ്പോഴാണല്ലോ ആ ഒരു ടേസ്റ്റ് കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് വരിക. കുറച്ച് വിനാഗിരി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ നാരങ്ങ നീര് ഒഴിക്കാം, അല്ലെങ്കിൽ 2 വേണമെന്നുണ്ടെങ്കിലും 2ഉം ഉപയോഗിക്കാം. ഇനി എല്ലാം കൂടെ ഒന്ന് ഇതുപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് നമുക്ക് വെജിറ്റബിൾ ഓയിൽ ഇതുപോലെ ഒഴിച്ച് കൊടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒലിവ് ഓയിൽ ആണെങ്കിൽ അതാണെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ അത് എല്ലാം കൂടെ ബ്ലെൻഡ് ചെയ്തെടുത്തപ്പോൾ ഈ ഒരു രീതിയിൽ റെഡി ആയിട്ടുണ്ട്. ടേസ്റ്റ് ചെയ്ത് നോക്കുക. ഒരു പുളി, മധുരം, ഉപ്പ് അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ കറക്റ്റായിട്ടുള്ളൊരു പ്രൊപ്പോർഷനിൽ വരുമ്പോഴാണ് മയണൈസൊക്കെ ടേസ്റ്റി ആയിട്ട് വരിക. അപ്പോഴേക്കും നമ്മുടെ ഈ ഗ്രിൽഡ് ചിക്കൻ റെഡി ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അടിപൊളിയായിട്ട് എല്ലാം കുക്കായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഏകദേശം കണ്ടാലൊക്കെ മനസ്സിലാവുമല്ലോ. ഇതിപ്പോൾ അത്യാവശ്യം സമയം എടുക്കും. ഇത് ഞാൻ 2 ഭാഗവും തിരിച്ചു മറിച്ചും വെച്ചിട്ടായിരുന്നു ഒന്ന് ഗ്രില്ല് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. കാരണം എല്ലാവിടെയും ഒരുപോലെ ആവാൻ വേണ്ടിയിട്ട്. പിന്നെ ആ നൂലൊക്കെ ഞാൻ കട്ട് ചെയ്ത് മാറ്റി കളഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ചിക്കൻ കുക്കായിട്ടുണ്ടോയെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് പൊട്ടിച്ച് നോക്കിയാൽ മതി. ഈസി ആയിട്ട് നമുക്ക് പൊട്ടിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ കറക്റ്റായിട്ട് തന്നെ കുക്കായിട്ട് വന്നിട്ടുണ്ട്. കണ്ടില്ലേ? അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. മാരിനേറ്റ് ചെയ്തൊക്കെ നന്നായിട്ട് വെക്കുമ്പോൾ കൂടുതൽ എന്താ പറയുക നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ മാറും കേട്ടോ. നേരത്തേക്ക് പ്ലാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ കൂടുതൽ നന്നായിട്ട് തന്നെ വരും. അതുപോലെ അത്യാവശ്യം സ്പൈസി ആയിട്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒന്നുകൂടി നന്നായിട്ട് വരും. കണ്ടോ? അടിപൊളിയായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ മാറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് മയണൈസിൻ്റെ കൂടെ കഴിക്കാം, അല്ലെങ്കിൽ എന്താ പറയുക കുബൂസിൻ്റെ കൂടെയോ അല്ലെങ്കിൽ തന്നെയാണെന്നുണ്ടെങ്കിലും അങ്ങനെയൊക്കെ കഴിക്കാവുന്ന, ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാവുന്ന നല്ലൊരു അടിപൊളി ഐറ്റം തന്നെയാണല്ലോ. അപ്പോൾ മയണൈസിൻ്റെ കൂടെ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ആ ഒരു എന്താ പറയുക ആ ഒരു പുതിനയുടെ ഫ്ലേവർ എല്ലാം കൂടി ആയപ്പോൾ ശരിക്കും നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ചിക്കൻ ജ്യൂസി ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഒരുപാട് അങ്ങോട്ട് ഡ്രൈ ആയിട്ടോ ഒന്നും വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ കണ്ടില്ലേ നമ്മുടെ നല്ല അടിപൊളി ഗ്രിൽഡ് ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ നിന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതിൽ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ.